iFlow Honey Magic Oven powered by Tasty Nibblesലേക്ക് സ്വാഗതം. മാജിക് അവനിലൂടെ നമ്മൾ പലതരം കേക്ക്സ് പേസ്ട്രീസ് എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. എങ്കിലും വീണ്ടും അതുപോലെയുള്ള ഇടയ്ക്കിടയ്ക്ക് ഒരു ബേക്ക്ഡ് ഐറ്റം, ഇപ്പോൾ ഒരു ബ്രെഡ് ആകാം, അല്ലെങ്കിൽ ഒരു ബേക്ക് ആകാം, അതല്ലെങ്കിൽ ഒരു കേക്ക് ആകാം, പിന്നെ അല്ലെങ്കിൽ ഒരു ലോഫായിട്ടുള്ള കാര്യങ്ങളാകാം. ലോഫ് എന്ന് പറയുമ്പോൾ ഈ ബ്രെഡ് ടിന്നിൻ്റെ ഷേപ്പിലുള്ള അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഷേപ്പിലുള്ള ഒരു പലഹാരം, അതൊരു കേക്കാവാം, അതൊരു ലോഫ് ഷേപ്പായിരിക്കും. അപ്പോൾ അതങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരം പലതരം വിഭവങ്ങളും നമ്മൾ പരീക്ഷിക്കുമ്പോൾ വീണ്ടും പുതിയ പരീക്ഷണങ്ങൾ നടത്താനാണ് കൂടുതൽ താല്പര്യം. അത് എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ സാധാരണയായിട്ട് ഒരു ലോഫ് പാറ്റേണിൽ ചെയ്യുന്നത് ബനാന ബ്രെഡ് അങ്ങനെയാണ് ചെയ്യുന്നത്. ബനാന ബ്രെഡ് വിത്ത് ചോക്ലേറ്റ് ചിപ്സ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മാജിക് അവനിൽ നമ്മൾ തന്നെ കാണിച്ചിട്ടുണ്ട് ബനാന ബ്രെഡെല്ലാം. അതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ. അപ്പോൾ പലതരം ലോഫ്സ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പുതിയ ഒരു വെറൈറ്റി ഒരു ലോഫാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതൊരു ഫിഗ് ലോഫ്. ഫിഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്തിപ്പഴം കൊണ്ടുള്ളൊരു ലോഫ് ഷേപ്പിലൊരു കേക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? ഇത് നല്ല സ്വാദാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ അത്തിപ്പഴം ലോഫ് അഥവാ ഫിഗ് ലോഫ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതോടൊപ്പം എൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിഗ്സ് അഥവാ അത്തിപ്പഴം ചെറുതായി നുറുക്കിയത് 1.5 കപ്പ്, പഞ്ചസാര 1/2 കപ്പ്, പൊടിച്ച പഞ്ചസാര 1 കപ്പ്, മൈദാമാവ് 1.25 കപ്പ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, സോഡാപ്പൊടി 1/2 ടീസ്പൂൺ, വെണ്ണ 100 ഗ്രാം, മുട്ട 2 എണ്ണം, വാനില എസൻസ് 1 ടീസ്പൂൺ, കുറുകിയ തൈര് 1 കപ്പ്, വെള്ളം 1 കപ്പ്. അപ്പോൾ അത്തിപ്പഴം കൊണ്ട് നമുക്കൊരു കേക്ക് തയ്യാറാക്കാം. തുടങ്ങാം. കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. അപ്പോൾ അത്തിപ്പഴം എന്ന് പറയുന്ന ഫിക്സ് ഇത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഫ്രഷ് അല്ല, ഉണങ്ങിയതാണ്. ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു മാല പോലെ കെട്ടിയാണ് വരുന്നത്. അത് നമ്മൾ ആ കടയിൽ ചെന്ന് ചോദിക്കുമ്പോൾ ഒരു ചരടിൽ ഇങ്ങനെ ഇതിങ്ങനെ റൗണ്ട് ഡിസ്കിൻ്റെ ഷേപ്പാണല്ലോ, അതിലേക്ക് ഇങ്ങനെ കൊരുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഒരു മാല മാതിരി. അപ്പോൾ അതിനകത്ത് നിളക്കിയെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്. എനിക്ക് ഫിക്സ് വലിയ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമാണോ എന്നറിയില്ല, പക്ഷേ അത്തിപ്പഴം എൻ്റെ ഒരു ഫേവറേറ്റ് ഫ്രൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ 1 കപ്പുണ്ട്, ഇത് ചെറുതായിട്ട് അരിഞ്ഞത്. ഇതൊരു പാത്രത്തിലേക്ക് ആദ്യം മാറ്റുന്നു. എന്നിട്ട് അതോടൊപ്പം ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയല്ല, ഗ്രാനുലേറ്റഡ് ഷുഗർ, തരി സാധാരണ പഞ്ചസാര, അതൊരു 1/2 കപ്പ്. അതോടൊപ്പം കുറച്ച് വെള്ളം, ഏതാണ്ടൊരു 1/4 കപ്പ് വെള്ളം എന്ന് പറയാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ ഇത് ആ പഞ്ചസാര സിറപ്പിൽ കിടന്നിട്ട് നമ്മുടെ അത്തിപ്പഴം ഒന്ന് വെന്ത് കിട്ടും. വെന്ത് കഴിഞ്ഞാൽ അതൊന്ന് കുറച്ച് വെള്ളവും വറ്റണം, അല്പം തണുക്കാനായിട്ട് സമയം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്യൂറി ചെയ്തെടുക്കും. പ്യൂറി എന്ന് വെച്ചാൽ മിക്സിയിലിട്ടൊന്ന് അടിച്ച് അതൊരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഫിഗ് ലോഫ് തയ്യാറാക്കാൻ പോകുന്നത്. എന്തായാലും ഇതൊന്ന് വേകട്ടെ. അത് കഴിഞ്ഞിട്ട് അല്പം തണുക്കണം. പിന്നെ അത് പ്യൂറി ചെയ്ത് ഒരു ഫിഗിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ആക്കി. അപ്പോൾ നമ്മുടെ അത്തിപ്പഴമെല്ലാം പാകത്തിന് വെന്ത് നല്ല സിറപ്പിൽ കിടന്ന്, അതായത് ഷുഗർ സിറപ്പിൽ കിടന്ന് വെന്തിങ്ങനെ ഒരു നോക്കൂ, നല്ല ഒരു കുഴമ്പ് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് തണുക്കാനായിട്ട് വെക്കണം. തീ ഓഫ് ചെയ്തു. എന്നിട്ട് നല്ല ഡാർക്ക് ബ്രൗണിൽ എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇനി എന്നിട്ടിത് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കും. മിക്സി ഉപയോഗിച്ചിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കാം. അങ്ങനെയാണ് ഇതാണ് ഫിഗ് ഒരു പ്യൂറീഡായിട്ട് എടുക്കുന്നത്. അങ്ങനെ പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് ഒന്ന് പ്യൂറി ചെയ്ത് തിരിച്ചു വരും. അങ്ങനെ നമ്മുടെ അത്തിപ്പഴം അരച്ചത് നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും ഒഴിച്ച്, 1 കപ്പ് വെള്ളം ഒഴിച്ച് 1 കപ്പ് അത്തിപ്പഴം ചെറുതായി നുറുക്കിയത്, അതായത് ഫിഗ്സ്, അത് വേവിച്ച് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് പ്യൂറി ചെയ്തെടുത്തതാണ്. മിക്സി ഉപയോഗിച്ചിട്ട് അരച്ചെടുത്തു പേസ്റ്റ് രൂപത്തിൽ. അതൊരു സൈഡിലിരിക്കട്ടെ. പിന്നെന്താ, ഇനി നമ്മുടെ അത്തിപ്പഴം കേക്കിന് എന്താ വേണ്ടത്? 1.25 കപ്പ് മൈദാമാവ് അളന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബേക്കിംഗ് പൗഡർ, ഇത് ഞാൻ അളന്നതാണ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, അത് ഞാൻ അളന്നിട്ടുണ്ട്. ഇടയാൻ പറ്റുമെങ്കിൽ ഇടഞ്ഞെടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. കുറേ പ്രാവശ്യം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും യോജിക്കും.
അല്ലെങ്കിൽ ഒരു അരിപ്പയിലൂടെ ഇടഞ്ഞെടുക്കുക. ഇതിങ്ങനെ ചെയ്യുന്നതോടുകൂടി കുറച്ചുകൂടെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇടഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കുന്നത് നല്ലതാണ്. കാര്യം കുറച്ച് എയർ ഇങ്ങനെ അത് കുറച്ച് എന്താ പറയുക ഒരു ഏറിയേഷൻ നടക്കും, നല്ലതാണ്. ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി എന്താ വേണ്ടേ? ഈ 2 കാര്യങ്ങൾ റെഡിയാണ്. മൈദാമാവ് 1.25 കപ്പ്, അതിനോടൊപ്പം 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി യോജിപ്പിച്ച് വെച്ചു. പിന്നെന്താ, നമ്മുടെ അത്തിപ്പഴം വേവിച്ച് അരച്ചെടുത്തത്, 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് അത്തിപ്പഴവും 1 കപ്പ് വെള്ളവും ചേർത്ത് വേവിച്ച് അരച്ചെടുത്ത പ്യൂറി. ഇനി എന്താ, ഇനി കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് നമ്മൾ 100 ഗ്രാം വെണ്ണ, 100 ഗ്രാം വെണ്ണയാണ്. ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ആദ്യം വെണ്ണ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് പൗഡേർഡ് ഷുഗർ, അതായത് പൊടിച്ച പഞ്ചസാര, ഇത് തല തട്ടിയല്ല എടുക്കേണ്ടത്, ഹീപ്ഡ്, അതായത് കുമിച്ചെടുക്കുക, അതും കൂടി ചേർക്കാം. അപ്പം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ 100 ഗ്രാം വെണ്ണ, ഉപ്പില്ലാത്ത വെണ്ണയും 1 കപ്പ് ഹീപ്ഡ് കുമിച്ചെടുത്ത് പൊടിച്ച പഞ്ചസാര ചേർത്ത് നന്നായിട്ട് അടിച്ച് പതപ്പിക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. ആദ്യത്തെ മുട്ട ചേർത്തു, വീണ്ടും ഒന്ന് യോജിപ്പിക്കാം. ഇനി 2ാമത്തെ മുട്ടയും കൂടി ഇതുപോലെ. അങ്ങനെ 2 മുട്ടയും യോജിപ്പിച്ചു. ഇനി എന്താണ്, ഇനി 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്. ഒരുപാട് പുളി വേണ്ട, നമ്മൾ വീട്ടിൽ ഉറവയ്ക്കാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇങ്ങനെ നന്നായിട്ട് ഉറച്ചു കഴിഞ്ഞ തൈര്, അതാണ് വേണ്ടത്, നല്ല കട്ട തൈര്. അത് ഒഴിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അത്തിപ്പഴം ഫിക്സ് അതും ചേർക്കുന്നു. അങ്ങനെ അത്തിപ്പഴം അരച്ചതും ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇടഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന മൈദാമാവ് 1.25 കപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, രണ്ടും കൂടി ചേർത്ത് യോജിപ്പിച്ചത് ഇതിലേക്ക് ചേർക്കാം. സാവധാനം ഇത് ഒന്ന് യോജിക്കുന്ന രീതിയിൽ മാത്രം ഒന്ന് ബീറ്റ് ചെയ്യാം. നമുക്കിനി തടിത്തവി കൊണ്ട് ചെയ്യാം. ഇതിനോടൊപ്പം ഇനി മാറ്റി വെച്ചിരിക്കുന്ന 1/2 കപ്പ് അത്തിപ്പഴം ചെറുതായി നുറുക്കിയത്. 1 കപ്പ് നമ്മൾ ഇതുപോലെ അരിഞ്ഞത്, 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് വേവിച്ച് അരച്ചെടുത്തതും ചേർത്ത് കഴിഞ്ഞു. ഇത് അല്ലാണ്ട് ചെറുതായി അരിഞ്ഞ 1/2 കപ്പ് അത് ഇങ്ങനെ വെച്ചിരുന്നു, അത് ഇതിനകത്ത് ചേർക്കും. അപ്പോൾ ഇത് ടോട്ടലി ഫിക്സ് ആണ്, അത് കംപ്ലീറ്റ് ചെയ്ത് മുഴുവനായിട്ടും അത്തിപ്പഴത്തിൻ്റെ രുചിയായിരിക്കണം. ഇനി അതിനോടൊപ്പം 1 ടീസ്പൂൺ വാനില എസൻസ്. ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്യാം. കഴിഞ്ഞു, നമ്മുടെ ബ്ലെൻഡറിൻ്റെ ജോലി കഴിഞ്ഞു. ഇനി നമ്മൾ തടിത്തവി കൊണ്ട് ഒന്ന് യോജിപ്പിക്കും. അപ്പോൾ സൈഡിലൊക്കെ പറ്റിയിരിക്കുന്ന മാവെല്ലാം ഉള്ളിലേക്ക് എടുത്തിട്ട് സാവധാനം, കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ആ ഒരു എന്താ പറയുക ബാറ്റർ, കേക്കിൻ്റെ ആ ഒരു ബാറ്റർ കാണുമ്പോൾ തന്നെ നല്ല ഒരു ഫ്ലഫി ആയിട്ട് തോന്നും. ഫ്ലഫി എന്ന് പറയുമ്പോൾ നല്ല ഇങ്ങനെ പതഞ്ഞ്, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക്
നമ്മുടെ കേക്ക് അല്ലെങ്കിൽ ആ ഒരു ലോഫ് എങ്ങനെ ആയി വരും എന്നുള്ളതിനെ കുറിച്ച് ഏതാണ്ടൊരു ധാരണ ഉണ്ടാവും. നല്ലതായിട്ട് പൊങ്ങി വരും, നല്ല സോഫ്റ്റ് ആയിരിക്കും. അത്തരം കാര്യം എല്ലാ ഭാഗത്തേക്കും എല്ലാ കാര്യങ്ങളും യോജിച്ച് കഴിഞ്ഞു. ഇനി വേറൊന്നും ചെയ്യാൻ, ഇതിപ്പോൾ 2 ലോഫിനുള്ള ബാറ്റർ ഉണ്ട്. 2 എണ്ണം ഇതുപോലത്തെ 2 എണ്ണം നിറച്ച് ഉണ്ടാക്കാനുണ്ടാവും. റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ചൂടായി കിടക്കുന്ന ഒരു ഇലക്ട്രിക് അവനിലേക്ക് മാറ്റണം. 180 ഡിഗ്രി ചൂടിൽ ഏകദേശം ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 35 മിനിറ്റ് സമയം വേണ്ടി വരും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു 180 കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരല്പം ടെമ്പറേച്ചർ വേണമെങ്കിൽ കുറയ്ക്കാം, 170 ആക്കാം. പിന്നെ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി സെറ്റായി വരും. 30 മുതൽ 35, 40 മിനിറ്റ് നോക്കുക. ഓരോരുത്തരുടെ ഇലക്ട്രിക് അവൻ ഓരോ രീതിയാണ്. നമുക്ക് ശീലമുള്ളത് ഏതാണോ അതനുസരിച്ചിട്ട് ചെയ്യാം. ഞാൻ എന്തായാലും ഇത് എൻ്റെ ഇലക്ട്രിക് അവനിലേക്ക് മാറ്റാൻ പോകും. അങ്ങനെ ഒരു അരമണിക്കൂർ സമയം കഴിഞ്ഞു. നമ്മുടെ ഫിഗ് ലോഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞ് നന്നായിട്ട് ആവശ്യത്തിന് പൊങ്ങി. ഇനി ചെറുതായിട്ടൊന്നിങ്ങനെ വെടിച്ച് വരുന്നുണ്ടല്ലേ, അത് കറക്റ്റ് വെന്തു എന്നുള്ളതിൻ്റെ പാകമാണ്. കറക്റ്റായിട്ട് ഡീമോൾഡ് ചെയ്യാൻ പറ്റുന്ന പാകത്തിനായിട്ടുണ്ട്. പക്ഷെ നല്ല ചൂടാണ്. ഒരല്പസമയം തണുക്കാൻ അനുവദിക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രം നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഇത് ഡീമോൾഡ് ചെയ്യുക. എളുപ്പമാണ്. ഇത് സിലിക്കോണിൻ്റെ മോൾഡ് ആയതുകൊണ്ട് വളരെ ഈസി. അതല്ലാത്ത മോൾഡാണെങ്കിൽ നമ്മളൊരു ബട്ടർ പേപ്പർ അതിനകത്ത് വെച്ചിട്ട് ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എളുപ്പത്തിൽ തന്നെ ഡീമോൾഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഇത് നന്നായിട്ട് തണുത്തിട്ട് ഡീമോൾഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സ്ലൈസ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാകും നമ്മളുടെ ഫിഗ് ലോഫ് അഥവാ അത്തിപ്പഴം കേക്ക്. അപ്പോൾ എന്തായാലും തണുക്കാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അത്തിപ്പഴം കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഒരു ലോഫിൻ്റെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ആകൃതിയിൽ തന്നെ ആ മോൾഡ് അനുസരിച്ചിട്ട് അപ്പോൾ ഫിഗ് ലോഫ് റെഡിയാണ്. അപ്പോൾ സാധാരണ ഈ ഒരു ഷേപ്പിൽ വരുന്ന ബനാന ബ്രെഡാണ് കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അത്തിപ്പഴത്തിലും അങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. വളരെ സ്വാദാണ്, നല്ല സോഫ്റ്റാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് ആയിരിക്കും ഇത്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യാം. അപ്പം ശരിക്കും ബേക്കായി കഴിഞ്ഞിട്ട് ഒന്ന് തണുക്കാൻ അനുവദിക്കുക. അത് കഴിഞ്ഞ് ഡീമോൾഡ് ചെയ്യുക. ഡീമോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ആ മോൾഡിൽ നിന്ന് മാറ്റുമല്ലോ, പ്ലേറ്റിലേക്കോ മറ്റോ ഒരു ട്രേയിലേക്ക്. എന്നിട്ട് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് മാത്രം അത് കട്ട് ചെയ്യും. നമ്മൾ ബ്രെഡൊക്കെ മുറിക്കുന്ന പോലെ തന്നെ മുറിക്കാൻ സാധിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫിഗിനെയും കാണാം. സ്ലൈസസ് ആയിട്ട് തന്നെ വരും. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു പീസ് എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് നോക്കുമ്പോൾ കണ്ടോ ഫിഗ്സ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഷ്ണങ്ങളായിട്ടും കാണാം. നമ്മൾ മുഴുവനോടെ വെച്ചിരുന്ന പീസസ് ആയിട്ട് ഇട്ടുവരുന്നല്ലോ, ഒരു അരക്കപ്പ് അതും കൂടി ചേർന്ന് വരുമ്പോൾ അങ്ങനെയായിരിക്കും. നല്ല സോഫ്റ്റാണ്. നല്ല ഫിഗിൻ്റെ ഒരു മണവും രുചിയും ഒക്കെ ആയിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല ഇതിൻ്റെ സ്വാദ്. അത്ര നല്ല സോഫ്റ്റ്, മെൽറ്റിങ് ഇൻ ദ മൗത്ത് ആയിരിക്കും. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്വാദുള്ളൊരു കേക്ക് ആയിരിക്കും ഇത്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക നമ്മളുടെ ഈ ഫിഗ് ലോഫ് അഥവാ അത്തിപ്പഴം കേക്ക്. ഇതൊരു സാധാരണ ഒരു കേക്ക് മോഡലിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ചെയ്യുന്ന ഒരു ലോഫിൻ്റെ മോഡലിൽ ഒരു ബ്രെഡ് പോലെ ചെയ്യുന്നതായിരിക്കും ഇതിന് ഏറ്റവും നല്ലത്. ഇതിന് പ്രത്യേകിച്ച് കൂടെ ഒരു കാര്യവും വേണ്ട. ഇത് നല്ലൊരു 4 മണി പലഹാരമായിരിക്കും. അല്ലെങ്കിൽ ഒരു ഹൈ ടീ കൊടുക്കുമ്പോൾ വീട്ടിലെ അതിഥികളെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ ഭാഗമാക്കാനെല്ലാം പറ്റിയൊരു കേക്കായിരിക്കും. അത് തീർച്ചയായിട്ടും പരീക്ഷിക്കും. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. അപ്പോൾ സെക്കൻഡ് റെസിപ്പി എന്തായിരിക്കണം? ഇപ്പം നമ്മൾ സമ്മർ കാലഘട്ടം, വേനലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു തണുത്ത കാര്യം കഴിക്കാം അല്ലേ?
അപ്പോൾ ഈ തണുത്ത കാര്യം കഴിക്കാൻ എന്താ വേണ്ടത്? അപ്പോൾ അതുപോലത്തെ വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ ഇതൊരു സ്മൂത്തിയാണ്. സ്മൂത്തി എന്ന് പറയുമ്പോൾ അതൊരു തണുത്ത കാര്യം തന്നെയാണ്. പല ടൈപ്പ് ഓഫ് സ്മൂത്തീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള ഒരു പാനീയമല്ല, കുറച്ച് കുറുകിയ തിക്കായിട്ടുള്ള പാനീയമാണ്. പറ്റുമെങ്കിൽ നല്ല ഐസിൽ, അതായത് ഫ്രീസറിൽ വെച്ച പാലിൽ തന്നെ തയ്യാറാക്കിയാൽ കൂടുതൽ നല്ലതായിരിക്കും. പിന്നെ സ്മൂത്തീസിൽ വേണമെങ്കിൽ നല്ല തണുത്ത എന്താ പറയുക തൈര്, കട്ട തൈര്, യോഗട്ട് അത് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ പലതരം സ്മൂത്തീസ് നമ്മൾ മാജിക് കവനിലൂടെ കാണിച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു സ്മൂത്തി. ഇതൊരു പീനട്ട് സ്മൂത്തിയാണ്. ഇത് ഫ്രൂട്ട്സ് കൊണ്ടുള്ള സ്മൂത്തി അല്ല. സാധാരണ നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ ബേസ്, ഏതെങ്കിലും ഒരു പഴവർഗ്ഗം വെച്ചിട്ടാണ് സ്മൂത്തി ചെയ്യാറ്. പക്ഷേ ഇതല്ല. ഇത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഒരു പീനട്ട് ബട്ടർ വെച്ചിട്ടൊരു കാര്യമാണ് പീനട്ട് സ്മൂത്തി. ഒരു കപ്പലണ്ടിയുടെയൊക്കെ ടേസ്റ്റുള്ളൊരു സ്മൂത്തി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റോബസ്റ്റ പഴം 2 എണ്ണം തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുത്തത്. പീനട്ട് ബട്ടർ 2 ടേബിൾ സ്പൂൺ, കൊക്കോ പൗഡർ 4 ടീസ്പൂൺ, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, ഐസ് പോലെ കട്ടിയായ പാല് 2 കപ്പ്. അപ്പം നമ്മുടെ സ്മൂത്തി തയ്യാറാക്കാം. പീനട്ട് സ്മൂത്തിയാണ്. അപ്പോൾ സ്മൂത്തിക്ക് എപ്പോഴും വേണ്ടത് നല്ല കുറച്ച് എന്തായാലും ഫ്രൂട്ട്സ് തീരെ ഇല്ല എന്നല്ല പറഞ്ഞത്. റോബസ്റ്റ പഴം എപ്പോഴും നല്ലതാണ്, സ്മൂത്തിക്ക് പറ്റിയതാണ്. അത് കഴിയുന്നിടത്തോളം ഫ്രോസൺ ആണെങ്കിൽ നല്ല, അതായത് വലിയ വലിയ പീസസ് ആയിട്ട് മുറിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് നല്ല ഐസ് പോലാക്കി എടുത്താൽ നല്ലത്. അതൊരു കവറിലാക്കി ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഒരു പോളിത്തീൻ കവറിലാക്കി ഫ്രീസറിൽ വയ്ക്കുക. അപ്പോൾ അത് നല്ല പല പല കവേഴ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നല്ല ഫ്രോസൺ ഐസ് ക്യൂബ് മാതിരി ഇരിക്കുക. അപ്പോൾ ആവശ്യാനുസരണം നമുക്കെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിനി തുടങ്ങാൻ പോവാണ്. ആദ്യം നമ്മളുടെ റോബസ്റ്റ പഴം 2 എണ്ണം. ഇത് ഇച്ചിരി ഫ്രോസൺ ആയിട്ട് തന്നെ ഇരിക്കുകയാണ്, അതുകൊണ്ട് നല്ല കല്ല് പോലെ ഇരിക്കുന്നു. പിന്നെന്താ, ഇത് പീനട്ടിൻ്റെ സ്മൂത്തി അല്ലേ, അതുകൊണ്ട് തന്നെ കപ്പലണ്ടി ബട്ടർ, പീനട്ട് ബട്ടർ ഒരു 2 ടേബിൾ സ്പൂൺ. ഞാനത് അളന്നെടുത്തതാണ്. 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ. നല്ല സ്വാദാണ് പീനട്ട് ബട്ടറിന്. പിന്നെന്താ, പിന്നെ നമുക്ക് വേണ്ടത് കൊക്കോ പൗഡർ. അതൊരു 4 ടീസ്പൂൺ വരെ ആകാം. അത് ഇഷ്ടം അനുസരിച്ചിട്ടാണ്, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്. ഞാൻ ആദ്യം 2 ടീസ്പൂൺ ഇടുന്നു, ആവശ്യാനുസരണം കൂടുതലിടാം. പിന്നെ പഞ്ചസാര ആകാം. കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ നമുക്ക് തേനായാലും കുഴപ്പമില്ല, അങ്ങനെ എന്തെങ്കിലും. അല്ലെങ്കിൽ ഷുഗർ സിറപ്പാണെങ്കിലും കുഴപ്പമില്ല. കുറച്ച് പഞ്ചസാര 1-2 ടേബിൾ സ്പൂൺ. പിന്നെ ഐസ് പാലാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഐസ് പാലില്ല, അതുകൊണ്ട് നമ്മൾ നല്ല ചിൽഡ് മിൽക്ക്, നല്ല തണുത്ത പാൽ കുറച്ച് ഒഴിക്കാം. 2 കപ്പ് വരെ ആകാം. നമുക്കിത് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. നല്ല ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഒരല്പം കൊക്കോ പൗഡറും കൂടി ആകാമെന്ന് തോന്നുന്നു. 4 ടീസ്പൂൺ. നമ്മൾ 2 ടീസ്പൂണാണ് ആദ്യം ചേർത്തത്, ഇപ്പോൾ കുറച്ചുകൂടി ചേർത്ത്. ലേശം മധുരം കൂടി ആകാം. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു, ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി. മതി. ഇനി നമ്മളുടെ സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ പീനട്ട് സ്മൂത്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു.
ഇത് നമ്മൾ ഫ്രോസൺ മിൽക്ക് ആണെങ്കിൽ കുറച്ചുകൂടി തിക്കായിട്ട് കിട്ടും, കുറച്ചുകൂടി കുറുകി കിട്ടും. ഇത് പാലിച്ചിരി ലൂസ് ടൈപ്പ് ആയിരുന്നുകൊണ്ടാണ് കുറച്ചെങ്കിലും ലൂസായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത് കുറേ കൂടെ തിക്കായിട്ടുള്ള ഒരു സ്മൂത്തി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് എന്തായിരിക്കും സ്വാദ്? നല്ല കപ്പലനയുടെയും ചോക്ലേറ്റിൻ്റെയും കൂടെ മിക്സ്ഡ് സ്വാദായിരിക്കും. അതിനിടയ്ക്കൊരു റോബസ്റ്റ പഴത്തിൻ്റെ സ്വാദം കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കാൻ പറ്റിയൊരു കാര്യമാണ് നമ്മളുടെ പീനട്ട് സ്മൂത്തി. ഇപ്പോൾ സ്മൂത്തീസ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര രസമാണ് ഉണ്ടാക്കാനും. ഇപ്പോൾ മിൽക്ക് ഷേക്ക് പോലെ തന്നെയാണ്, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കോമ്പിനേഷൻസ് മാറ്റി മറിച്ചും ഒക്കെ ചെയ്യാൻ സാധിക്കും. ഏത് ടൈപ്പ് ഇപ്പോൾ മോച്ച സ്മൂത്തി വേണമെന്നുണ്ടെങ്കിൽ കോഫി ആൻഡ് ചോക്ലേറ്റ് കോമ്പിനേഷൻ വിത്ത് റോബസ്റ്റ പഴവും എല്ലാം കൂടെയൊക്കെ ചേർത്താൽ അടുത്തതായി. അപ്പോൾ ഇങ്ങനെ മാറി മാറി നമുക്ക് എന്ത് വേണമെങ്കിലും പരീക്ഷിക്കാവുന്നൊരു കാര്യമാണ് സ്മൂത്തി. എന്തായാലും ഈ വേനൽക്കാലത്ത് നല്ല തണുത്ത പാനീയങ്ങൾ കുടിക്കണം തോന്നുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് നമ്മുടെ ആരോഗ്യം കൂടി സംരക്ഷിക്കുന്ന രീതിയിലുള്ള പാനീയങ്ങൾ കുടിക്കുക. അപ്പോൾ കുറച്ചുകൂടി സന്തോഷം നമുക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് അത്തിപ്പഴം കൊണ്ടൊരു കേക്കായിരുന്നു, ഫിഗ് ലോഫ്. പിന്നെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, വളരെ സ്വാദാണ്. പിന്നെ രണ്ടാമത് കാണിച്ചത് അതുപോലെ തന്നെ ഈ വേനൽക്കാലത്തിന് പറ്റിയൊരു കാര്യമാണ്, ഒരു സ്മൂത്തിയാണ്, പീനട്ട് സ്മൂത്തി. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കോമ്പിനേഷൻസ് മാറ്റി മാറ്റി വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എന്തായാലും 2 വിഭവങ്ങളും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ